അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടെ സ്ഥലം കറക്റ്റ്? വട്ടക്കല്ല്. മുടിക്കോട് വട്ടക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണലി വലയിൽ വിട്ട് എടുക്കുകയാണ് സംഭവം. കൂടെ അജീഷ് ഉണ്ട്, നമ്മുടെ സർപ്പ റെസ്ക്യൂവർ, ഡിപ്പാർട്ട്മെൻറ്റ് റെസ്ക്യൂവർ. ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ 2 ദിവസമായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പല ഗ്രൂപ്പുകളിലും നമ്മുടെ സർപ്പ ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് റെസ്ക്യൂവേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ സർപ്പ സർട്ടിഫൈഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സിനും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സ്ഥലങ്ങളിൽ റീടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പലർക്കും സർപ്പയിൽ എങ്ങനെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ സ്റ്റെപ്പ്, പലർക്കും റിപ്പോർട്ടിങ് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഒരു ഫുൾ സ്റ്റെപ്പ്, അതിൻ്റെ റെസ്ക്യൂ എങ്ങനെ ആഡ് ചെയ്യണം, അതിൻ്റെ റിലീസ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും പ്രത്യേകിച്ചൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ പലർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രൂപ്പുകളിൽ പറഞ്ഞിരുന്നു 2 ദിവസം ഞാനൊരു വീഡിയോ ചെയ്യാം. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് തിരക്കിലേക്ക് ആയിപ്പോയി, ഈ റീടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഓട്ടത്തിലേക്ക് ആയിപ്പോയി. അപ്പോൾ ഇന്ന് അതിന് കൃത്യമായൊരു അവസരം അജീഷ് എന്നെ ഇങ്ങനെ വിളിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു പാമ്പ് വലയിൽ വിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വലയിലാണല്ലോ സംഭവം, തണലിലാണ്. ഞാൻ അജീഷിനോട് ചോദിച്ചു, വെയിലത്തൊന്നും അല്ലല്ലോ, അപ്പോൾ അതിനാണെങ്കിൽ ഞാൻ പെട്ടെന്ന് എത്താം. അങ്ങനെ ഞങ്ങൾ 2 പേരും ജോയിൻ ചെയ്തു. എങ്ങനെയാണ് സർപ്പയിൽ ഫസ്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. ഈ റിപ്പോർട്ടിങ് വരെ പൊതുജനങ്ങൾക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം വെച്ചാൽ 2020 മുതൽ കേരള വനം വകുപ്പിൻ്റെ ഒരു സംവിധാനമുണ്ട്, സർപ്പ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഒരു വീടിനകത്തോ അല്ലെങ്കിൽ ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഒരു പാമ്പിനെ കണ്ടാൽ അതിനവിടെ നിന്ന് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യണം എന്നുള്ളൊരു ആവശ്യകത ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ സർപ്പയിൽ റിപ്പോർട്ട് ചെയ്യാം. സർപ്പയിൽ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള വളണ്ടിയേഴ്സിന് നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ റെസ്ക്യൂവേഴ്സിന് നോട്ടിഫിക്കേഷൻ വരും. അവർക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അവർക്ക് ഈ സർപ്പ ആപ്പ് വഴി തന്നെ അവർക്ക് ലഭിക്കും. പൊതുജനങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള റെസ്ക്യൂവർമാരുടെ കോൺടാക്ട് നമ്പർ അടക്കം നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്കും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാണ്. ഇപ്പം എൻ്റെ ഫോണിലാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റെസ്ക്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പാമ്പിനെ കണ്ടു. ഇപ്പോൾ ഈ പാമ്പ് ഇവിടെ അനങ്ങാതെ കിടക്കുന്നുണ്ട്, കാരണം വെച്ചാൽ വലയിലാണ്. ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരു വിറക് പുരയിലുള്ളിലോ അല്ലെങ്കിൽ പാമ്പിനെ കാണാനൊന്നും പറ്റിയെന്ന് വരില്ല, എവിടെയും അല്ലെങ്കിൽ ചിലപ്പോൾ മാളങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ റെസ്ക്യൂവേഴ്സ് ഉപയോഗിക്കുന്ന വൈൽഡ് വാച്ച് എന്ന് പറയുന്നൊരു ആപ്പാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, റെസ്ക്യൂവേഴ്സ് ഉപയോഗിക്കുന്നത്. പൊതുജനങ്ങൾക്ക് സർപ്പ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ, അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സർപ്പ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരിക. വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ താഴെ കാണുന്ന സർപ്പ എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഇടതുഭാഗത്ത് റിപ്പോർട്ട് സ്നേക്ക് എന്ന് പറയുന്ന ഒരു കോളുണ്ട്. ഈ കോളത്തിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് വരിക. ഇത് വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ആഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് തന്നെ ഒരു ഇമേജ് കൊടുക്കുവാനുള്ള ഈ ഒരു സിറ്റുവേഷനിൽ പലർക്കും ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം ഫോൺ എന്താ പറയുക, ക്യാമറ ഓൺ ചെയ്ത് ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാൻ പറ്റില്ല. ഇത് കൃത്യമായിട്ട് ഈ ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു പാമ്പ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യപ്പെടേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ആക്സസ് വനം വകുപ്പിന് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ നമുക്ക് വേറെ എന്താ പറയുക, ഗ്യാലറിയിൽ നിന്ന് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ക്യാമറ ഓപ്പൺ ആവും. നമ്മൾ നേരെ ഈ ആപ്പിൽ നിന്ന് തന്നെ ജസ്റ്റ് ഇവിടെ വന്ന് പാമ്പിനെ കണ്ടു. ഇനി ഇതിപ്പോൾ പാമ്പിനെ കാണാനുണ്ട്, നമ്മൾ പാമ്പിൻ്റെ ഫോട്ടോ എടുത്തു. ചില സിറ്റുവേഷനിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിറക് പുരയിലുള്ളിലാണെന്നുണ്ടെങ്കിൽ പാമ്പിനെ കാണാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പോൾ ജസ്റ്റ് ആ സിറ്റുവേഷൻ്റെ ഫോട്ടോ എടുത്താൽ മതി. ഇപ്പോൾ പാമ്പിൻ്റെ വായിക്കകത്ത് കയറിയിട്ട് പാമ്പിൻ്റെ ഫോട്ടോ എടുക്കണമെന്നൊന്നും വനം വകുപ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലിപ്പോൾ പാമ്പിനെ കാണാനുള്ളതുകൊണ്ട് നമ്മൾ പാമ്പിൻ്റെ ഫോട്ടോ എടുത്തു. നമ്മൾ താഴെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആർ യു റിപ്പോർട്ടിംഗ് ഫ്രം ദ ഫീൽഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് മോഡാണ്. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ ഉപയോഗിക്കാം. അതിൽ മറ്റേ ലാംഗ്വേജ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ മലയാളത്തിലേക്കാവും. അപ്പോൾ ആർ യു റിപ്പോർട്ടിംഗ് ഫ്രം ദ ഫീൽഡ്? യെസ്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. യെസ് കൊടുത്തു. താഴെ ഓൾറെഡി ലൊക്കേഷൻ ഫച്ച് ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ പാണഞ്ചേരി പഞ്ചായത്ത്. അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. താഴെ റൈറ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കോളം കാണും. അവിടെ ചെന്നിട്ട് നമ്മൾ ഇതിപ്പോൾ വലയിൽ കുടുങ്ങിയിട്ടുള്ള കേസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് എൻടാങ്കിൾഡ് നെറ്റ് അല്ലെങ്കിൽ എൻടാങ്കിൾഡിൻ്റെ ഫെൻസിങ് നെറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ വിറക് പുര അല്ലെങ്കിൽ വിറക് പുരയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. താഴെ സെലക്ട് ദ സിറ്റുവേഷൻ എന്ന് പറയുന്ന റെസ്ട്രെയിനിങ് ചെയ്തോടാ പ്രോസസ്സ് കഴിഞ്ഞ് സെലക്ട് ദ സിറ്റുവേഷൻ അടിച്ചു.
അതിൽ ഒരു കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിലൊന്ന് ഇൻസൈഡ് ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതായത് വീടിൻ്റെ അകത്താണോ, ഔട്ട്സൈഡ് ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതായത് വീടിന് പുറത്താണോ, ഇൻസൈഡ് നോൺ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതായത് ഒരു താമസമല്ല അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അതിന് പുറത്താണോ അതിനകത്താണോ, പിന്നെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, ഇങ്ങനെ ഒരു 5 ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഓക്കെ അപ്പം ഇതിൽ റെസ്ട്രെയിൻ ചെയ്തോട്ടാ. അപ്പം ഇതിൽ ഈ 5 ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 5 ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഔട്ട്സൈഡ് ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, കാരണം ഇവിടെയൊക്കെ വീടാണ്, വീടിൻ്റെ പുറകിലുള്ളതാണ്. അപ്പോൾ ഔട്ട്സൈഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വുഡ് യു ലൈക്ക് ടു ഐഡൻറ്റിഫൈ സ്നേക്ക്, അതായത് ഈ പാമ്പിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് അണലിയാണ്. അപ്പം നമ്മളിവിടെ യെസ് കൊടുക്കുന്നു, വുഡ് യു ലൈക്ക് ടു ഐഡൻറ്റിഫൈ, യെസ് കൊടുത്ത് താഴെ അപ്പോൾ ആഡ് എ സ്നേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വരും. അവിടെ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. പാമ്പിൻ്റെ ഇംഗ്ലീഷ് പേരുകൾ നിർബന്ധമായിട്ടും എല്ലാ വളണ്ടിയേഴ്സിനും അറിഞ്ഞിരിക്കണം. കാരണം ആ ഒരു സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് പേര് മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പാമ്പിനോട് റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇതിവിടെ നോക്കുമ്പോൾ റസൽ സ്വൈപ്പർ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര്. നമ്മൾ റസൽ സ്വൈപ്പർ ഇവിടെ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് കൊടുത്താൽ സക്സസ് കാണിക്കും. സക്സസിൽ താഴെ തന്നെ ഡിവിഷൻ ഡീറ്റെയിൽസ്, സോഷ്യൽ ഫോറസ്ട്രി തൃശ്ശൂർ ഡിവിഷൻ്റെ കീഴിലുള്ള സർപ്പ വളണ്ടിയേഴ്സാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡീറ്റെയിൽ, അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും വരും. ജസ്റ്റ് ഹോം പ്രസ് ചെയ്തു, ഫെച്ചിങ് ലൊക്കേഷൻ, വീണ്ടും ആ പഴയ ഇൻ്റർഫേസിലേക്ക് പോയി. ഇനി നമ്മൾ ആ ഒരു കേസ് എടുക്കണം. നമ്മൾ വീണ്ടും സർപ്പയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പെൻഡിങ് കേസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ജോജു CT എന്ന പേരിൽ റസൽസ് വൈപ്പർ ഒരു പെൻഡിങ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ ഒരു കേസ് നമ്മൾ വീണ്ടും എടുത്തു, ക്ലിക്ക് ചെയ്തു, അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ വീണ്ടും ആ ഒരു ഫെച്ചിങ് ലൊക്കേഷൻ കാണിക്കും. അക്സെപ്റ്റ് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ആപ്പ് വഴി ചെയ്യാം. അപ്പോൾ ഇനി റെസ്ക്യൂർമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഇതിൽ നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുന്നു. അതായത് ഈ ഒരു കേസ്, ഈ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പെൻഡിങ് കേസ്, ജോജു എന്ന് പറഞ്ഞ ഞാൻ ഈ ഒരു കേസ് സെൽഫ് അസൈൻ ചെയ്യാണ്. അതായത് ഈ ഒരു കേസ് ഞാൻ റെസ്ക്യൂവിന് വില്ലിങ് ആണെന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. അതാണ് ഓക്കെ. കൈ എടുക്കുമ്പോൾ നോക്കിലോട്ടോ. നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അതിൽ നിങ്ങൾക്ക് കാണാം റെഡിൽ ആഡ് റെസ്ക്യൂ എന്നായി. അക്സെപ്റ്റ് എന്ന് മാറിയിട്ട് ആഡ് റെസ്ക്യൂ എന്നുള്ള സംഭവമായി. അപ്പോൾ ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അജീഷിൻ്റെ റെസ്ക്യൂ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫോൺ ഓഫ് ചെയ്തിട്ട് വെക്കുക, റെസ്ക്യൂ ചെയ്യുക. ഇതുവരെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നതിന് മുന്നേ ഇതുവരെ ഈ ഒരു 2 സ്റ്റെപ്പ് നമ്മൾ ചെയ്തിരിക്കണം. അതിന് ശേഷം ഇപ്പോൾ റെസ്ക്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫോൺ എടുത്ത് ഇതേപോലെ ആഡ് റെസ്ക്യൂ ആ കേസ് അതേപോലെ എടുത്തിട്ട് ആഡ് റെസ്ക്യൂ എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് റെസ്ക്യൂ എടുത്തു കഴിഞ്ഞാൽ അവിടെ വെദർ സ്നേക്ക് എസ്കേപ്ഡ്, അതായത് പാമ്പ് രക്ഷപ്പെട്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ചിലപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മാളത്തിനുള്ളിലേക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാമ്പ് നമ്മൾ തപ്പി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. പാമ്പ് ചിലപ്പോൾ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവും, നമുക്ക് കിട്ടിക്കൊള്ളണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ വലയുള്ള കേസിലായതുകൊണ്ട് നമ്മൾ റെസ്ക്യൂ ചെയ്തു. അപ്പോൾ നമ്മൾ വെദർ സ്നേക്ക് എസ്കേപ്ഡ് നോ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. യെസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് അവിടെ ക്ലോസ് ആയി. അപ്പോൾ ഇതിൽ നോ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റിപ്പോർട്ട് സ്നേക്ക് എന്ന പോലെ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിലെ പോലെ തന്നെ വീണ്ടും ഒരു ഇമേജ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ചോദിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇപ്പോൾ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുക്കാമായിരുന്നു, പക്ഷേ റെസ്ക്യൂ കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്ക്യൂ ചെയ്ത് വെച്ച ആ ഒരു ബാഗും നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മളിവിടെ വന്ന് നമ്മൾ ആ ഒരു റെസ്ക്യൂ ചെയ്ത് വെച്ച ആ ഒരു പാമ്പിൻ്റെ പാമ്പിനെ കാണണമെന്നില്ല, പാമ്പിൻ്റെ ബാഗോടുള്ള ഫോട്ടോ എടുത്തതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ഒരു ഇമേജ് ആഡ് ചെയ്യാം. റെസ്ക്യൂ ചെയ്യുന്ന ആരെങ്കിലും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിന് സ്ക്രീൻഷോട്ട്. ഇത് ഈ ഒരു കേസിൽ മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷനിലൊക്കെ നെറ്റ് കുറവുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്രൗഡ് നമുക്ക് പെട്ടെന്ന് അടുത്തൊരു കേസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം നേരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും എമർജൻസി ആയിട്ടുള്ളൊരു കേസിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെക്കുക, റെസ്ക്യൂ ചെയ്ത എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം മാത്രം ഇവിടെ ഗാലറിയിൽ പോയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ആഡ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ക്യാമറയുടെ ക്ലിക്ക് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഇമേജിൻ്റെ ഇതുണ്ടാവും, ഒരു ബട്ടൺ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഗാലറിയിലേക്ക് കടക്കും. ഈ ഗാലറിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ ഇമേജ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബാക്ക് അടിച്ചു, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഐഡൻറ്റിഫൈ സ്നേക്ക്, പാമ്പിൻ്റെ പേര്. അപ്പോൾ നമ്മൾ വീണ്ടും ആ പാമ്പിൻ്റെ പേര് ഒന്ന് സെർച്ച് ചെയ്തു, റിസൾട്ട്സ് വൈപ്പർ എന്ന് കൊടുത്തു. ക്വാണ്ടിറ്റി എത്ര എണ്ണത്തിനെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്തത്, ഒരെണ്ണമാണ്, നമ്മൾ ഒരെണ്ണത്തിന് കൊടുത്തു. താഴെ ഡിലേയ്ഡ് അതൊക്കെ നോ കൊടുക്കാം. ഈസ് ഇറ്റ് ഡിലേയ്ഡ് നോ കൊടുക്കാം. ലൊക്കേഷൻ ഇവിടെ പട്ടികാട് കാണിച്ചിട്ടുണ്ട്. ഇത് പട്ടികാടല്ലല്ലോ, ഇതിൽ ഓട്ടോമാറ്റിക്കലി പട്ടികാട് നിന്ന് വന്നു. അപ്പം മുടിക്കോട് നിന്ന് വയ്ക്കാം. മുടിക്കോട് നിന്ന് കൊടുത്തു. തൃശ്ശൂർ ഓൾറെഡി വന്നിട്ടുണ്ട്. ഡിഫിക്കൽട്ടി, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ എൻടാങ്കിൾഡ് തന്നെ വയ്ക്കാം. എൻടാങ്കിൾഡ് അത് നമ്മൾ റെസ്ക്യൂ ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ആഡ് ചെയ്ത ആ ഒരു കേസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ആഡ് റെസ്ക്യൂ കഴിഞ്ഞു. നമ്മൾ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞു. ആഡ് റെസ്ക്യൂവിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു, നമ്മൾ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആ റിപ്പോർട്ട് ഈ റെസ്ക്യൂ വരെയുള്ള പ്രോസസ്സ് സബ്മിറ്റായി. ഇനി അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പാമ്പ് നമ്മുടെ കയ്യിലായി, എൻ്റെ കസ്റ്റഡിയിലായി, ഞാനാണ് റെസ്ക്യൂ ചെയ്ത് എൻ്റെ കസ്റ്റഡിയിലായി. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഇത് റിലീസ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ. നമുക്കത് വിഷമുള്ള പാമ്പാണ്, അണലിയാണ്, നമുക്കിത് ഹാൻഡ് ഓവർ ചെയ്യാം, വനം വകുപ്പിന് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഹാൻഡ് ഓവറിങ് ആണ്. ശരിക്കും ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് നമ്മൾ ആ സ്റ്റേഷനിൽ എവിടെയാണോ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണത് ആ അവിടെ പോയിട്ട് അവിടെ ഈ പാമ്പിനെ കൈമാറുമ്പോൾ അത് ചെയ്യേണ്ട പ്രോസസ്സാണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഇനി അവിടെ പോയിട്ട് ചെയ്യാനുള്ള നേരുന്നില്ല. പക്ഷേ നമ്മുടെ പട്ടിക്കാട് റേഞ്ചിലെ റെസ്ക്യൂവറാണ് അജീഷ്. അപ്പോൾ അജീഷ് കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ നേരെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് നേരെ പട്ടിക്കാട് റേഞ്ച് അല്ലേ, പട്ടിക്കാട് റേഞ്ചിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് കാണിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ പോകേണ്ടത് എന്ന് വെച്ചാൽ താഴെ കേസസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കാണും. ആ കേസസിൽ ക്ലിക്ക് ചെയ്യുക. കേസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെസ്ക്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇത് കോളം കാണും. ആ കോളത്തിൽ പെൻഡിങ് 3 കേസ് ഉണ്ട്. ഇന്നലത്തെ 2 കേസ് എൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഈ അണലിയാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണേ. അപ്പോൾ ആ കേസ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റിലീസ് എന്ന് പറഞ്ഞിട്ട് റെഡിൽ എഴുതിയിട്ടുണ്ടാവും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 2 ഓപ്ഷൻ കാണാം, റിലീസ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ. ഇപ്പോൾ റിലീസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ റിലീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിലീസിങ്ങിന് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ഒരു ഫോറസ്റ്റ് ഒഫീഷ്യലിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. നമ്മൾ ഫീൽഡിൽ പോയി നമ്മുടെ എന്താ പറയുക സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ റിലീസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇമേജ് ആ റിലീസ് ചെയ്യുന്നതിൻ്റെ ഒന്നല്ലെങ്കിൽ ആ ഹാബിറ്റാറ്റിൻ്റെ ഫോട്ടോ എടുത്താലും മതി. പാമ്പിനെ കിട്ടണമെന്നില്ല, കാരണം റിലീസ് ചെയ്ത് പാമ്പ് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പാമ്പിനെ കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു ഹാബിറ്റാറ്റിൻ്റെ ഫോട്ടോ, അതുപോലെ റിലീസ് യെസ് കൊടുക്കുക. റീസൺ, അതായത് റിലീസ് നോ കൊടുക്കുമ്പോഴാണ് റീസൺ വരുന്നത്. യെസ് കൊടുത്തു കഴിഞ്ഞാൽ സ്നേക്ക് പാമ്പിൻ്റെ ആരോഗ്യം ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ളതാണ്. ഡിലേ ആയിട്ടുണ്ടോ, റിലീസ് ചെയ്യാൻ ഡിലേ ആയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ്. ആ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഫെച്ച് ചെയ്ത് വരും. താഴെ കണ്ടോ ഇവിടെ ഒരു 1, 2, 3 കോളത്തിൽ, ലാസ്റ്റ് 3 കോളത്തിൽ ഓഫീസറുടെ പേര്, ഓഫീസറുടെ ഓഫീസ്, ഓഫീസറുടെ ഡെസിഗ്നേഷൻ ഇതവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിലീസിങ് കംപ്ലീറ്റ് ആവും. നമ്മളിപ്പോൾ റിലീസ് ചെയ്യല്ല, ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ബാക്ക് ചെയ്ത് അടിച്ചു നേരെ ഹാൻഡ് ഓവർ കൊടുക്കുകയാണ്. ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സെലക്ട് എ ഓഫീസ് ടൈപ്പാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഓഫീസ് ടൈപ്പാണെന്നുള്ള ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. ഡിവിഷൻ, റേഞ്ച്, RRT, SIP. നമുക്കിവിടെ റേഞ്ചാണ്, റേഞ്ചിൽ ക്ലിക്ക് ചെയ്തു. RRT ഉണ്ട് ഇവിടെ, തൃശ്ശൂർ RRT ആവണേ ഉള്ളൂ, വർക്കിംഗ് ആവണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റേഞ്ച് ക്ലിക്ക് ചെയ്തു. റേഞ്ചിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പട്ടിക്കാട് റേഞ്ചാണ് വരണേ. പട്ടിക്കാട് റേഞ്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ സബ്മിറ്റ് കൊടുത്തു. ആ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് ആയി. യുവർ റിപ്പോർട്ട് ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് കാണിച്ചു. നേരെ ഹോമിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു പ്രോസസ്സോടു കൂടി നമ്മുടെ ഒരു റെസ്ക്യൂർ എന്ന നിലയിൽ അല്ലെങ്കിൽ സർപ്പ വളണ്ടിയർ എന്ന നിലയിൽ
നമ്മുടെ റെസ്ക്യൂ കൃത്യമായിട്ട് ആ ഡാറ്റ വനംവകുപ്പിന് കൊടുത്തുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തു, ആ റിപ്പോർട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് റെസ്ക്യൂ കാണിച്ചു, ആഡ് റെസ്ക്യൂവിലെ ഡീറ്റെയിൽ കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റെസ്ക്യൂ ചെയ്തതിന് ശേഷം അത് റിലീസ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ കാണിച്ചു. ഈ ഒരു 3 പ്രോസസ്സാണ് ഒരു സർപ്പ വളണ്ടിയർ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്കായിട്ട്, പ്രത്യേകിച്ച് സർപ്പ വളണ്ടിയേഴ്സിൻ്റെ അറിവിലേക്കായിട്ട് എടുക്കാൻ തീരുമാനിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ, ഇത് പ്രധാനമായിട്ടും സർപ്പ വളണ്ടിയേഴ്സ് ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. സംഭവം അണലീനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. വളരെ സേഫായിട്ട് അത് അജീഷ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടെ മൈൻഡ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.